സാധാരണ ഞായറാഴ്ചകളിൽ സങ്കീർത്തനം വായിക്കുന്ന ഒരു രീതി മിക്ക സഭകളിലും ഉണ്ട്. ചുരുക്കം ചില സഭകളിലേ ഉള്ളൂ സങ്കീർത്തനം വായിക്കാതെ അവർ ചിലപ്പോൾ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് ആ ഭാഗത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന സഭകളുമുണ്ട്. അപ്പോൾ സങ്കീർത്തനം ഒക്കെ ഇങ്ങനെ വായിക്കുന്ന സഭകളിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, അത് ചൊല്ലുകയോ അല്ലെങ്കിൽ അത് പറയുകയോ ചെയ്താൽ അതെന്തോ തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർമാർ വരെ അത് തെറ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പാസ്റ്ററിൻ്റെ അഭിപ്രായം എന്താണ്? വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യഭാഗമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അത്രയും പ്രസിദ്ധമായ ഒരു വാക്യം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ പല കാര്യങ്ങളും നമ്മൾ നിന്ന സഭക്കാർ ചെയ്തത് കൊണ്ട് അത് പാപമാണെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു. വേദപുസ്തകത്തിലെ ഏറ്റവും കുറഞ്ഞ വാക്യം എന്ന് പറഞ്ഞാൽ വള്ളിയോ പുള്ളിയോ മാറ്റം വരികയില്ലെന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യവും നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. അതും ഇത്രയും ശ്രേഷ്ഠമായ ഈ പ്രാർത്ഥന കാണാതെ നമ്മൾ സങ്കീർത്തനം എല്ലാ ദിവസങ്ങളും വായിച്ച് പഠിപ്പിച്ച് ഒരേ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ദിവസവും ഒരാളെ 23-ാം സങ്കീർത്തനം വായിച്ചത് കൊണ്ട് പാപമാണോ? അത്രയും നല്ലൊരു സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ പോലെ 23-ാം സങ്കീർത്തനം പഴയ നിയമത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതും മഹത്വകരമാണോ അതുപോലെ പ്രാധാന്യമുള്ളതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അതൊരു റിച്വലായി പറഞ്ഞാൽ വെറും അർത്ഥമില്ലാത്തതായിത്തീരും. നമ്മൾ എത്രയോ പാട്ട് വല്ലവരും എഴുതിയത് പാടി സന്തോഷിക്കുന്നു, കൂടെ കൂടെ എടുത്തു പാടി പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന നാം ഇത് പാപമാണെന്നോ ഇത് തെറ്റാണെന്നോ പറഞ്ഞാൽ അവരുടെ മൂഢത്തരമെന്നേ ഉള്ളൂ. പിന്നെ കർത്താവ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥന അറിയാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നാണെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ അർഹരല്ല. കാരണം നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമെന്ന് പറവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് പെന്തക്കോസ്തിൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആശയത്തിൽ അയ്യോ ഇതെനിക്ക് ചൊല്ലാൻ ഞാൻ യോഗ്യനല്ലല്ലോ എന്ന് പറയാതെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവർ ചൊല്ലുന്നത് കൊണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എഴുതിയ പാട്ട് നാം എങ്ങനെ പാടും? പിന്നെ സങ്കീർത്തനം ഇതിനേക്കാളൊക്കെ വിചിത്രമാണ്. കാരണം പഴയ നിയമ ആശയത്തിൽ പഴയ നിയമത്തിൽ ശത്രുക്കളുണ്ട്, അവൻ തകർന്നു പോകണം, അവിടെ മക്കളെ പാറമേലടിക്കുന്നവൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള വാക്യം വായിക്കുന്നതിന് നമുക്കൊരു സങ്കടവുമില്ല, ഒരു ദുഃഖവുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നാം. അവിടെ നമ്മുടെ ശത്രു നശിച്ചു പോകണം, ശത്രുവിന് ദോഷം വരണം എന്ന് പഴയ നിയമത്തിൽ അവർക്ക് ശത്രു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത് ഇന്നും നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ശത്രുക്കളെക്കുറിച്ച് നാം ചെയ്യുന്ന നമുക്കെതിരെയുള്ളവർക്ക് എതിരെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുറ്റബോധവും ഇല്ലാത്തത്. എന്നാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമാണ്, എത്ര മഹത്വമാണ്. അത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം പറയണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്തവ്യമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്. പിന്നെയും ദൈവരാജ്യവും ദൈവമഹത്വത്തെ എടുത്തു പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നതാണ് ആ കൊച്ചു പ്രാർത്ഥന. അത് നമ്മൾ ചെയ്യാത്തതിൻ്റെ തകരാറാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമാത്രമല്ല, വേദപുസ്തകത്തിലെ സകല തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകയാൽ അതിനെതിരെ പറവാൻ ഒരു മനുഷ്യനും അധികാരമില്ല. ഇത് മനോഹരമായ പ്രാർത്ഥനയാണ്. അത് എന്നും ചൊല്ലി അത് റിച്വലായാൽ റിച്വലായിട്ട് അത് പതിക്കും. പക്ഷേ അത് പറയുകയോ പ്രാർത്ഥിക്കുകയോ എടുത്തു പറയുകയോ ചെയ്തത് ഒരിക്കലും തെറ്റല്ല, പാപമല്ല. അത് ചെയ്യുന്നവൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ അജ്ഞത കൊണ്ടും അറിവുകേടും കൊണ്ടാണ് അത് പ്രാർത്ഥിക്കാതെയും യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.